അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം. അറിയാത്ത അറിവുകളിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 5 കാര്യങ്ങളാണ്. നമ്മൾ കേൾക്കാത്തതും അറിയാത്തതുമായ ചില കാര്യങ്ങളാണ് ഉണർത്തുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമതായി, സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. സ്വർഗത്തിൽ ആദ്യമായി അള്ളാഹുവിനെ കാണുന്നവർ ആരാണ്? മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നത് കാണാം. സ്വർഗത്തിൽ കണ്ണ് കാണാത്ത ആളുകൾക്ക് ലോകത്തെ എല്ലാ ആലിമീങ്ങളും എല്ലാ മഹാന്മാരും അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ ഏറ്റവും വലിയ ആഗ്രഹം ആദ്യമായി പൂവണിയുന്നത് കണ്ണ് കാണാത്ത സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ലിഖായിനെ കാണാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം ഇന്ന് ഉണർത്തുന്നത്, നാം എല്ലാവരും വിത്ർ നമസ്കരിക്കുന്നവരാണ്. ഇശായിന് ശേഷം സുബഹിക്ക് മുമ്പായാണ് വിത്ർ നമസ്കരിക്കേണ്ടത്. 11 റക്അത്താണ് കൂടുതൽ. അത് ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്താണ്. സ്ഥിരം 1 റക്അത്ത് നിസ്കരിക്കുന്നത് കറാഹത്താണ്. ചുരുങ്ങിയത് ഒരു 3 റക്അത്തെങ്കിലും സ്ഥിരമായി നിസ്കരിക്കും. ആ വിത്ർ നിസ്കാരം നമ്മുടെ വീടുകളിൽ വെച്ച് നാം നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക. വീടുകളിൽ വെച്ച് വിത്ർ നമസ്കരിച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ ആ വീട്ടിലെ അവരമ്പാലിലും അവരൗലാദിലും എന്ന് വച്ചാൽ സമ്പത്തിലും മക്കളിലും കുടുംബത്തിലൊക്കെ വലിയ ബറക്കത്തുണ്ടാവുകയും അവരുടെ കച്ചവടത്തിലും നല്ലവണ്ണം വ്യവസായത്തിലും നല്ലവണ്ണം ബറക്കത്തുണ്ടാകുമെന്നും ഹദീസുകളിൽ വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കാര്യം നാം ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീടുകളിൽ ബറക്കത്ത് നിലനിർത്താൻ അത് കാരണമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, ബാസൂറിൻ്റെ അസുഖമുള്ള ധാരാളം ആളുകളുണ്ട്. സ്ത്രീകളിലും പുരുഷന്മാരിലും ബാസൂർ എന്ന് പറയുന്ന അസുഖം, അതായത് മൂലക്കുരു എന്ന് പറയുന്ന അസുഖമുള്ളവർ ധാരാളമുണ്ട്. മൂലക്കുരു ഉള്ള ആളുകൾക്ക് അവർ ശൗചം ചെയ്യുമ്പോൾ, അതായത് ബാത്റൂമിൽ കയറി വൃത്തിയാക്കുമ്പോൾ ഏറ്റവും നല്ലത് പച്ചവെള്ളമാണ്. ഇന്നിപ്പോൾ സോളാർ വെച്ചും മറ്റുമൊക്കെ വെച്ച് ചൂടാക്കി ഉപയോഗിക്കുന്ന ഒരു രീതി കാണാറുണ്ട്. ഏറ്റവും നല്ലത് ബാസൂറുള്ള ആളുകൾക്ക് പച്ചവെള്ളം കൊണ്ട് ശൗചം ചെയ്യലാണ് നല്ലത്. അത് ബാസൂറിനെ ശമിപ്പിക്കാൻ കാരണമാണ് എന്ന് മഹത്തുക്കൾ കിതാബുകളിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ടാവും, കുട്ടികളുണ്ടാവും, പേരക്കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ, നമ്മുടെ മക്കളെ കുട്ടികൾക്ക് കൗതുകമുള്ളത് വാങ്ങിക്കൊടുക്കൽ അത് സ്വതക്കയുടെ പ്രതിഫലമാണ്, വലിയ സ്വതക്കയുടെ പ്രതിഫലമാണ്. അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലുള്ള മക്കളിൽ പെൺമക്കളെയാണ് നാം മുന്തിക്കേണ്ടത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, പെൺമക്കളെ നിങ്ങൾ സന്തോഷിപ്പിച്ചാൽ, അത് എത്ര പെൺമക്കളായാലും ആ പെൺമക്കളെ നിങ്ങൾ സന്തോഷിപ്പിക്കുകയും, ഒരു സാധനം വാങ്ങിക്കൊണ്ടുവന്നാൽ മക്കളിൽ ആദ്യം പെൺമക്കളെയാണ് മുന്തിക്കേണ്ടതെന്ന് കിതാബിൽ കാണാൻ സാധിക്കും. പെൺമക്കളെ സന്തോഷിപ്പിച്ചാൽ അള്ളാഹു അവനെ സന്തോഷിപ്പിക്കുമെന്ന് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, 5-മത്തത്, അറിയാത്ത അറിവുകൾ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. കുറഞ്ഞ ടൈം കൊണ്ട് ഒരുപാട് അറിവുകൾ ലഭിക്കുന്ന ഒരു മഹത്തായ ഒരു സംരംഭമാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ ഇൽമും ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ അറിയാത്ത അറിവുകളിൽ 5-മത്തെ അറിവ്, ഹറാമായ മുതൽ നമുക്ക് ഹറാമായ സമ്പത്ത് ലഭിക്കും. അതിപ്പോൾ ചിലപ്പോൾ ലോട്ടറി തന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലിശയുടെ മുതൽ തന്നുകൊണ്ടായിരിക്കാം. ഹറാമായ സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് വരികയും അത് നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുകയും ചെയ്താൽ അതിനുള്ള പ്രതിഫലം 1,00,000 രൂപ അല്ലെങ്കിൽ 1,00,000 സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ മഹത്വമാണ്. അത് വേണ്ട എന്ന് വെക്കുകയും വേണ്ട എന്ന് പറയുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഈ ഒരു അറിവ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കി എല്ലാ സമയത്തും കുറഞ്ഞതാണെങ്കിലും അല്ലെങ്കിൽ കൂടിയതാണെങ്കിലും ഹലാലായത് മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക. ഹലാലായ സമ്പത്ത് മാത്രം ഉപയോഗിക്കുക. ലോണെടുത്തും മറ്റുമൊക്കെ മാറി നിന്ന് ഹലാല് മാത്രം ചേർത്ത് പിടിച്ച് ജീവിക്കുമ്പോൾ വലിയ ബറക്കത്ത് ജീവിതത്തിലുടനീളം അല്ലാഹു നൽകും. അത് വലിയ സ്വതക്കയേക്കാൾ 1,00,000 സ്വതക്ക ചെയ്യുന്നതിനേക്കാൾ അഫ്ളൽ
ഹലാല് മാത്രം സെലക്ട് ചെയ്യുക, ഹറാമായ സമ്പത്ത് ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഉണർത്തി വീണ്ടും ഒരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.